now we'll look into some problems about z parameters. There are 4 z parameters: z11, z12, z21, z22. നമ്മൾ നേരത്തെ പറഞ്ഞു z parameters is the relation between v1 and v1 in terms of I1 and I2, z1 to I2, and v2 is expressed in terms of z21 I1 plus z22 I2. z11 and z12 z11 input impedance, then z22 output impedance. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു കണ്ടീഷൻ ഫോർ സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z11 is equal to z22, സിമ്മട്രിക് ആണെങ്കിൽ z12 is equal to z21. അതാണ് റെസിപ്രോസിറ്റി കണ്ടീഷൻ. നമ്മൾ പ്രൂഫ് ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നു. Now let's look into the problems. Now we have example 9.1. 9.1 find the z parameters. They have given I1 is given, I2, V2, all the parameters are given. So we need to find the Z11, Z21, Z only. Okay. Then port 1 is open circuited. They said the port 1 is open circuited. Then port 2 is, when port 2 is open circuited, I1 is given, V1 is given, and V2 is given. അപ്പോൾ നമുക്കറിയാം പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോർട്ട് 2 കറണ്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റും? I2 കേസ് 1, നേരത്തെ നമ്മൾ പറഞ്ഞ കേസ് 1-നകത്ത് നമുക്ക് Z11ഉം Z21ഉം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതേമാതിരി പോർട്ട് 1 ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് Z22ഉം Z12ഉം കണ്ടുപിടിക്കാം. ഫസ്റ്റ് Z11 എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? I2 0 ആവുന്ന സമയത്ത് V1 by I1 that is equal to Z11. ഇവിടെ ശ്രദ്ധിച്ചാൽ കിട്ടും. V1 നമുക്ക് തന്നിട്ടുണ്ട് 5.2 ആംഗിൾ 50, 0.1 ഡിവൈഡഡ് ബൈ 0.1 ആംഗിൾ 50. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇത് മാഗ്നിറ്റ്യൂഡ്, ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ഒരു മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 50 ആംഗിൾ 30 ഡിവൈഡഡ് ബൈ 10 ആംഗിൾ 40 എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ മാഗ്നിറ്റ്യൂഡ് ടൈംസ് ആണ് 50ഉം 10ഉം. അപ്പോൾ 50/10 നേരെ ഡിവിഷൻ ചെയ്യുക. അപ്പോൾ 5. ദെൻ ആംഗിൾ ന്യൂമറേറ്ററിൻ്റെ ആംഗിൾ മൈനസ് ഡിനോമിനേറ്ററിൻ്റെ ആംഗിൾ. അപ്പോൾ ആൻസർ വിൽ ബി 5 ആംഗിൾ -10. ഇങ്ങനെയാണ് ഫേസർ. അത് മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ 50 ആംഗിൾ 30 ഇൻറ്റു 10 ആംഗിൾ 40 സെയിം തന്നെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ മാഗ്നിറ്റ്യൂഡ് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 500. ആംഗിൾ രണ്ടും നമ്മൾ കൂട്ടുക, 30 + 40 70. അപ്പോൾ ആംഗിൾ വിൽ ബി 500 ആംഗിൾ 70. അതായിരിക്കും ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഫേസർ സമ്മക്ക് ചെയ്യുക. നമുക്കത് വരും പ്രോബ്ലംസിൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, പക്ഷേ നമുക്ക് ഇത് നെറ്റ്വർക്ക് സൊല്യൂഷനകത്ത് ഇത് നമുക്ക് ആവശ്യം വരും. അങ്ങനെ സിമിലർലി വി നീഡ് ടു ഫൈൻഡ് ഓൾ ദ 4 പാരാമീറ്റേഴ്സ്. ഓക്കെ, ദെൻ next one is the circuit given. Example 9.2. Example 9.2. Find the Z parameters of the network in the figure. ഇവിടെ നമുക്കൊരു ടി നെറ്റ്വർക്കാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ Z പാരാമീറ്റേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം നമുക്ക്. ഒന്നെങ്കിൽ നമുക്ക് KVL മെഷ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻ ദ കമ്മിങ് ക്വസ്റ്റ്യൻസ് വി ആർ ഓൾസോ അപ്ലൈയിങ് KVL. അപ്പോൾ നമുക്ക് ആ സെക്കൻഡ് മെത്തേഡ് തന്നെ വെച്ചിട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ ഓപ്പൺ സർക്യൂട്ട് ടെർമിനൽ 1 ഓപ്പൺ, ടെർമിനൽ 2 ഓപ്പൺ അങ്ങനെ ആക്കാൻ നിൽക്കണ്ട. വി നീഡ് ടു അപ്ലൈ KVL. അപ്പോൾ നമുക്കിതിനകത്ത് രണ്ട് മെഷസ് ഉണ്ട്. വി ക്യാൻ സി 2 mesh. Mesh 1 is the mesh here and mesh 2 here. Here I1 is the mesh 1 current, here I2. രണ്ടിൻ്റെയും മെഷ് ഇക്വേഷൻസ് എഴുതാം. അപ്പോൾ നമുക്ക് മെഷ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് മെഷിൽ ഇവിടെ ഒരു വോൾട്ടേജ് V1 ഉണ്ട്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഇങ്ങനെയല്ലേ, Z1, Z2 ആൻഡ് Z3, I2. ഇവിടുത്തെ വോൾട്ടേജ് V2. അപ്പോൾ നമ്മൾ I1ൻ്റെ ഡയറക്ഷനിൽ നോക്കി, ഇവിടെ V1 ഉണ്ട്, പ്ലസ് മൈനസ് V1. I1 എന്ന് പറയുന്നത് ഈ സെൻറ്ററിങ് ടു ദ നെഗറ്റീവ് ഓഫ് V1, അപ്പോൾ പ്ലസ് V1. ഓക്കെ, മെഷ് 1ൻ്റെ ഇക്വേഷൻ എഴുതണം.
മെഷ് 1-ൻ്റെ V1 പ്ലസ് V1. ദെൻ Z1 എന്ന് പറയുന്ന ഇമ്പിഡൻസിന് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ്, അത് Z1 I1. ഓക്കെ, രണ്ടാമത്തെ Z1. ദെൻ I1 തിരിച്ച് Z2-ലെത്തി, അപ്പോൾ മൈനസ് Z2, ഓക്കെ, മൈനസ് Z2 ഇൻറ്റു, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം I1 ഇൻ ദിസ് ഡയറക്ഷൻ, I2, രണ്ട് കറണ്ടാണ് Z2 കൂടെ പോകുന്നത്. I1ഉം പോകുന്നുണ്ട്, I2ഉം പോകുന്നുണ്ട്. രണ്ടും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് I1 പ്ലസ് I2 രണ്ട് കറണ്ടും പോകുന്നുണ്ട്, ഈക്വൽ ടു 0. ഓർ V1 ഇസ് ഈക്വൽ ടു Z1 I1 പ്ലസ് Z2 ഇൻറ്റു I1 പ്ലസ് I2. ഓക്കെ, ഇനി നമുക്കിതിനെ ഗ്രൂപ്പ് ചെയ്യണം. അതായത് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, V1 ഇസ് ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2 എന്നാണ്. അപ്പോൾ I1-ൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ ഈ ഇക്വേഷനിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ I1 നമുക്ക് ചെയ്യുമ്പോൾ Z1 പ്ലസ് Z2 ഇൻറ്റു I1 പ്ലസ് Z2 I2. ഇതാണ് നമ്മുടെ V1-ൻ്റെ ജനറൽ ഇക്വേഷനും ഇവിടുത്തെ ഇക്വേഷനും. അപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ടും കൂടി Z11 ഇസ് ഈക്വൽ ടു Z1 പ്ലസ് Z2, Z12 ഇസ് ഈക്വൽ ടു Z2. ഓക്കെ, അപ്പോൾ രണ്ട് പാരാമീറ്റേഴ്സ് ഇപ്പോൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആരൊക്കെ കിട്ടണം? Z21ഉം കിട്ടണം, Z22ഉം കിട്ടണം. അത് നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ മെഷ് ഇക്വേഷൻ എഴുതി നോക്കാം. രണ്ടാമത്തെ മെഷ് ഇക്വേഷൻ എഴുതി നോക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. നമ്മുടെ സർക്യൂട്ടിൻ്റെ രണ്ടാമത്തെ മെഷ് ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് സർക്യൂട്ടിൻ്റെ മെഷ് ഇങ്ങനെയായിരുന്നു. രണ്ടാമതിരിക്കുന്നത് Z2 ഇവിടെ ഉണ്ട്, ഇവിടെ Z1 ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ നോക്കുന്നില്ല. ഇവിടെ ഒരു Z3 ഉണ്ട്, ഇവിടെ V2 പ്ലസ് മൈനസ് I2 ഇൻ ദിസ് ഡയറക്ഷൻ. ഇതേമാതിരി I1 I2 Z2 കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ നമുക്ക് കിട്ടും I2 ഈസ് എൻറ്ററിങ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ്, അപ്പോൾ V2 പ്ലസ് V2 മൈനസ് Z3 കൂടെ പോകുന്ന കറണ്ട് I2 മാത്രം. ദെൻ മൈനസ് Z2 കൂടെ പോകുന്നത് I2 ഉണ്ട്, I1 ഉണ്ട്. അപ്പോൾ I2 പ്ലസ് മുകളിൽ കയറ്റി എഴുതാം V2. അപ്പോൾ സെക്കൻഡ് മെഷ് നോക്കി. സെക്കൻഡ് മെഷിൽ I2 ഇങ്ങനെയാണ്. I2 മെഷ് ഇക്വേഷൻ എഴുതാം. I2 ഈസ് എൻറ്ററിങ് ടു നെഗറ്റീവ് ഓഫ് V2, അപ്പോൾ V2 മൈനസ് Z3 കൂടെ പോകുന്ന കറണ്ട് I2 മാത്രം. ദെൻ ഇവിടെ Z2 ഉണ്ട്, Z2 കൂടെ നമുക്കറിയാം I2 പ്ലസ് I1 രണ്ട് കറണ്ട് പോകുന്നുണ്ട്, ഈക്വൽ ടു 0. നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ V2 ഇസ് ഈക്വൽ ടു നമുക്ക് Z3 I2 പ്ലസ് Z2 ഇൻറ്റു I1 പ്ലസ് I2. എഗെയിൻ നമുക്ക് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ അറിയാം, V2 ഇസ് ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2. അപ്പോൾ I1-ൻ്റെ I2-ൻ്റെയും കോഎഫിഷ്യൻ്റ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും V2 ഇസ് ഈക്വൽ ടു Z2 I1, ഓക്കെ, പ്ലസ് Z2 പ്ലസ് Z3 ഇൻറ്റു I2. ഈ ഒരു ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുക. കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് Z21 ഇസ് ഈക്വൽ ടു Z2 ആൻഡ് Z22 ഇസ് ഈക്വൽ ടു Z2 പ്ലസ് Z3. ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ Z12 Z21 രണ്ടും ഈക്വലാണ്. Z12 ഇസ് ഈക്വൽ ടു Z21. Therefore, the network is reciprocal. We can say that the network is reciprocal. Symmetrical അല്ല, കാരണം എന്താ? Z11 നോട്ട് ഈക്വൽ ടു Z22. അതായത് Z11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z1 പ്ലസ് Z2 ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങളും കൂടി ഇതിനകത്ത് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ വിൽ ലുക്ക് ഇൻ ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. Okay, we will discuss about the example 9.4. Find the Z parameters of the given network in the figure. So we can see that I1 is the terminal 1 current, I2 is the terminal 2 current. But there is one more mesh. നമുക്കൊരു സെൻട്രൽ മെഷ് ഉണ്ട്, ദാറ്റ് ഈസ് അവിടെ ഒരു കറണ്ട് ഉണ്ടായിരിക്കും. ലെറ്റ് അസ്യൂം ദാറ്റ് ഈസ് I3 നമുക്ക് എന്താണ് തന്നിട്ടുള്ള സർക്യൂട്ടിനകത്തില്ല. വി ഹാവ് ടു എക്സ്പ്രസ്. In question they are asked about Z parameters. So we need to get two equation. Okay, നമുക്ക് രണ്ട് ഇക്വേഷൻ വേണം. V1 in terms of I1 and I2,
V2 in terms of I1 and I2. First we need to write KVL for mesh 1. KVL mesh 1 in the KVL equation, right? KVL equation for mesh 1. We can write V1. I1 is the current in the mesh 1 and I1 is entering to the negative of V1, negative side of negative terminal of V1. V1 is plus V1. Then 1 ohm. 1 ohm kuda poguna current I1 aanu. Voltage across 1 ohm is equal to 1 into I1. Okay, then there is one more resistance of 2 ohm and the current flowing through 2 ohm. I1 is in this direction and I3 is in just opposite direction. Therefore, I1 minus I3 will be the current flowing through resistor 1. Okay. Now we can simplify the equation. V1 is equal to I1 plus 2 times I1 minus I3 or 3 I1 minus 2 I3 equal to V1. But നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ എന്താ V1 should be in terms of I1 and I2 but we have I3 here, so we need to eliminate I3. അതിന് എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് let time this one is equation 1. Okay, need to eliminate I3 from equation 1. അപ്പോൾ I3 നമുക്ക് eliminate ചെയ്യണമെങ്കിൽ consider mesh 3. ഇതാണ് തേർഡ് മെഷ്, നടുവിലുള്ള മെഷ്. ഇത് സെക്കൻഡ് മെഷ്, ഇത് ഫസ്റ്റ് മെഷ്. അപ്പോൾ മെഷ് 3നെ നമ്മൾ കൺസിഡർ ചെയ്തു. മെഷ് 3ൽ KVL എഴുതി. മെഷ് 3 നോക്കുകയാണെങ്കിൽ വോൾട്ടേജ് സോഴ്സസ് ഒന്നുമില്ല, ഓൺലി റെസിസ്റ്റേഴ്സ്. അപ്പോൾ 2 ഓം കൂടെ പോകുന്ന കറണ്ടാണ് നോക്കേണ്ടത്. അപ്പോൾ -2 ഇൻറ്റു വോൾട്ടേജ് ഡ്രോപ്പ് ആയത് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ മെഷ് 3 എഴുതുകൊണ്ട് അവിടുത്തെ കറണ്ടാണ് മെയിൻ കറണ്ട്. I3 മൈനസ് I1 രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ്. ദെൻ 1 ഓം കൂടെ ഇവിടെ ഇരിക്കുന്ന ഈ 1 ഓം കൂടെ പോകുന്നത് I3 മാത്രമാണ്. I3 ഇൻറ്റു 1 ദെൻ -2 അഗൈൻ 2. നമ്മുടെ മെഷ് 3 ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. മെഷ് 3 ഇതാണ് നമ്മുടെ മെഷ് 3. ഇവിടെ 1 ഓം, ഇവിടെ 2 ആൻഡ് ഹിയർ ഓൾസോ 2. ഇത് കൂടെ പോകുന്ന കറണ്ടാണ് നമുക്ക് I3. നമ്മൾ ഡയറക്ഷൻ ഇങ്ങനെ അസ്യൂം ചെയ്തതുകൊണ്ട് I3 അങ്ങനെ. ദെൻ ഇത് കൂടെ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് I2 പോകുന്നത്. ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് I1 പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് -2 ഇൻറ്റു I3 പ്ലസ് I2 ഈക്വൽ ടു 0 കിട്ടും. നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. -2 I3 പ്ലസ് 2 I1 മൈനസ് I3 -2 I3 -2 I2 ഈക്വൽ ടു 0. ഇനി I1 ഒക്കെ എത്ര എണ്ണം ഉണ്ട് നോക്കാം. 2 I1. ഓക്കെ, I2ൻ്റെ എത്രയുണ്ട്? -2 I2. I3 എത്രയുണ്ട്? മൈനസ് അപ്പോൾ -5 I3 ഈക്വൽ ടു 0. ഓക്കെ, നമുക്കിതൊന്ന് I3 കണ്ടുപിടിക്കണം. അപ്പോൾ 5 I3 ഇസ് ഈക്വൽ ടു 2 I1 മൈനസ് 2 I2. അതിന് I3 ഇസ് ഈക്വൽ ടു 2 I1 അല്ലെങ്കിൽ 2/5 I1 മൈനസ് 2/5 I2. Okay, this value of I3 we need to substitute here in equation 1. Now we have V1 is equal to 3 I1 minus 2 into 2/5 I3 2/5 I1 minus 2/5 I2. Expand the bracket. 3 I1 minus 4/5 I1 plus 4/5 I2. അപ്പോൾ നമുക്ക് 3 minus 4/5 അപ്പോൾ 15 minus 4 അപ്പോൾ 11/5 I1. 11/5 I1 then plus 4/5 I2. That is equal to V1. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇക്വേഷൻ 2 എന്ന് പറയാം, ഇക്വേഷൻ 3 എന്ന് പറയാം.
Now we have mesh 2. മെഷ് ടുവിൻ്റെ കെ വി എൽ ഇക്വേഷൻ എഴുതി നോക്കുക. മെഷ് ടുവിൻ്റെ കെ വി എൽ ഇക്വേഷൻ നമുക്കറിയാം. സർക്യൂട്ട് നോക്കിയാൽ കിട്ടും. ആകെ ഒരു റെസിസ്റ്ററാണ് ഉള്ളൂ, 2 ohm. ദെൻ V2. അപ്പോൾ V2 മൈനസ് 2 ഇൻറ്റു I2 പ്ലസ് I3 ഈക്വൽ ടു 0. or V2 is equal to 2 times I2 plus I3, or 2I2 plus 2I3. I3 we already derived the expression from earlier. What was that I3? I3 is equal to 2 by 5 I1 minus 2 by 5 I2. നമുക്ക് ഇതൊന്ന് കിട്ടും 4 by 5 I1, okay, plus 2 I2 minus 4 by 5 I2. അപ്പോൾ 10 minus 4, 6 by 5. V2 is equal to 4 by 5 I1 plus 6 by 5 I2. That is equation 4. Now we have V1 in terms of I1 and I2. അപ്പോൾ നമുക്കിതിന്ന് Z11, Z12 കണ്ടുപിടിക്കാം. Similarly, V2 in terms of I1 and I2, Z21, Z22. അപ്പോൾ നമുക്ക് Z1 comparing equation 4 and 3 and 4 with general expression for Z parameters. Comparing equation 3 and 4 with general expression for Z parameters, we can write Z11 is equal to 11 by 5, Z12 is equal to 4 by 5, Z21 same as 4 by 5, and Z22 is equal to 6 by 5. Here Z11 and Z12 and Z21 are equal, therefore the network is reciprocal, but Z22 not equal to Z11, therefore the network is not symmetrical. That is the answer for this problem. Okay, അവിടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ കിട്ടിയ അതേ വാല്യൂസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെയിം വാല്യൂസ് തന്നെ, സെയിം മെത്തേഡ് തന്നെ, you can refer. Okay, similarly there is a problem, Z parameters of the network given in figure 9.5. In 9.5 we have some inductive parameters in the circuit. Okay, that is 1 Henry. 2 parallel inductors are there in the network. So we need to convert the network into S domain. S domain ലോട്ട് കൺവേർട്ട് ചെയ്യണം. ഒരു ഇൻഡക്ടർ ആണെങ്കിൽ, ഒരു ഇൻഡക്ടർ ഓഫ് 2 Henry ആണെങ്കിൽ അതിനെ ജസ്റ്റ് എസ് ഡൊമൈനിലോട്ട് മാറ്റുമ്പോൾ 2S, അതിൻ്റെ വാല്യൂ ഇൻറ്റു എസ്. കപ്പാസിറ്റൻസ് ആണെങ്കിൽ മാറ്റുമ്പോൾ ഇപ്പോൾ 3 ആണ് അതിൻ്റെ ഫാരഡ് ആണ് വാല്യൂ എങ്കിൽ 3 by S, 1 by 3S ഇങ്ങനെ മാറ്റി എഴുതണം. ഓക്കെ, കപ്പാസിറ്റർ ആണെങ്കിൽ. എന്നിട്ട് കെ വി എൽ ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ എഴുതിയ മാതിരി തന്നെ കെ വി എൽ കാണണം. കുറച്ചും കൂടിയും സ്റ്റെപ്സ് കൂടുതൽ വരും ഇത്തരം പ്രോബ്ലം ചെയ്യുമ്പോൾ. എനിക്ക് ഇതിനകത്ത് ബുക്കിനകത്ത് കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഫസ്റ്റ് മെഷ് 1 എഴുതുക. മെഷ് 1 എഴുതിയിട്ട് അതിൻ്റെ ലൂപ്പ് ഇക്വേഷൻസ് എഴുതുക. ഇവിടെ അപ്പോൾ എസ് കൂടെ പോകുന്നത്, ഇൻഡക്ടർ കൂടെ പോകുന്നത് I1 and I3 സിമിലർ നമുക്ക് എഴുതാൻ കിട്ടും. V1 in terms of I1 and I3 കിട്ടും. I3നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അത് വാല്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടുക? സെൻട്രൽ മെഷിൻ്റെ എക്വേഷൻ എഴുതുമ്പോൾ I3യുടെ വാല്യൂ കിട്ടും. സിമിലർലി ഈ I3യുടെ വാല്യൂ ഇവിടെ കൊടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ജസ്റ്റ് ഇക്വേഷനെ കൺവേർട്ട് ചെയ്ത് ഇൻ ടേംസ് ഓഫ് V1, I2 ആൻഡ് I1ൻ്റെ ടേംസിൽ എഴുതണം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അഗെയിൻ V2 എഴുതണം. മെഷ് 2നെ വെച്ച് V2 എഴുതി നേരത്തെ ചെയ്ത മാതിരി തന്നെ അതിൽ I3 വരും. I3നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം മെഷ് 3യുടെ എക്സ്പ്രഷൻ വെച്ചിട്ട്. ഓക്കെ, then we will do one more problem of Z parameters. ഞാൻ ജസ്റ്റ് പറയാം, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ 9.5
ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അപ്പോൾ 9.6 നോക്കാം. 9.6 we have equation 9.6 അല്ല problem 9.6. Find the open circuit parameters. Open circuit parameters means our impedance parameters Z1 4 parameters കണ്ടുപിടിക്കണം. ഓക്കെ ഫൈൻ. എന്നിട്ട് ചെക്ക് വെദർ ദ നെറ്റ്വർക്ക് ഈസ് സിമെട്രിക്കൽ ഓർ റെസിപ്രോക്കൽ ആണെന്നും കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ ലെറ്റ്സ് സി വി ഹാവ് I1 ഹിയർ. അപ്പോൾ ദിസ് ഈസ് ദ മെഷ് 1 I1 ഹിയർ കറന്റ്. ഓക്കെ ആൻഡ് I2 ദിസ് വൺ. നൗ അസ്യൂം I3 is the mesh current in the third mesh. You can see 3 meshes here. Okay. Then first write the mesh equation for mesh 1. Mesh 1 in a KVL equation. അപ്പോൾ നമുക്ക് V1 minus 1 ohm. This 1 ohm. 1 ohm കൂടെ പോകുന്ന current I3 in this direction. I1 this direction. I3 this direction. രണ്ടും opposite ആണ്. അപ്പോൾ 1 into I1 minus I3. Then 2 ohm കൂടെ I1 this direction, I2 same direction. അപ്പോൾ minus 2 into I1 plus I2 equal to 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് V1 is equal to 1 I1 അപ്പോൾ 3 I1 minus I3 and I2 plus 2 I2 minus I3. See, now we have V1 in terms of I1 is here, I2 is here, but I3 is also here. We need to eliminate I3. So, what we do? We do KVL equation for mesh 3. Mesh 3 KVL equation എഴുതി. അതിന് മുന്നേ നമുക്ക് മെഷ് 2 എഴുതാം. മെഷ് 2 എഴുതുമ്പോൾ V2 in terms of V2, I2 നോക്കുക. ഈ 2 ohm കൂടെ again minus 2 into I2 plus I1. Then ഇവിടെ ഒരു 3 ohm വരുന്നുണ്ട്. 3 ohm കൂടെ I2 and I3 both in same direction. അപ്പോൾ minus 3 into I2 plus I3 equal to 0 എന്ന് കിട്ടും. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ V2 is equal to I1 minus 2 I1. അപ്പോൾ plus 2 I1. നോർമലൈസ് ചെയ്യാണ്. നിങ്ങൾ ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് സ്റ്റെപ്പ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ ദെൻ I2 minus 2 I2 minus 3 I2. അപ്പോൾ plus 5 I2 plus 3 I3. Again V2 I1 ഉണ്ട്, I2 ഉണ്ട്, V2 ഉണ്ട്, but I3 is also here. അപ്പോൾ നമുക്ക് മെഷ് ഇക്വേഷൻ്റെ തേർഡ് മെഷ് ഇക്വേഷൻ എഴുതിയിട്ട് I3 കണ്ടുപിടിക്കണം. I3 in terms of I1 and I2 കിട്ടും. അപ്പോൾ തേർഡ് മെഷിനെ നോക്കുമ്പോൾ നമുക്ക് 4 ohm ഇവിടെ ഉണ്ട്, 1 ohm ഇവിടെ ഉണ്ട്, 3 ohm ഇവിടെ ഉണ്ട്. I3 ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നു. ഈ 1 ohm കൂടെ ഒരു I1 ഉണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഈ 3 ohm കൂടെ I2 ഉണ്ട് സെയിം ഡയറക്ഷനിൽ. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ 4 ohm. അപ്പോൾ minus 4 I3 minus 1 into I3 minus I1. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് I1. ദെൻ minus 3 into I3 plus I2. കാരണം എന്താ രണ്ടും ഒരേ ഡയറക്ഷൻ ഈക്വൽ ടു 0. നോർമലൈസ് ചെയ്യുമ്പോൾ നമുക്ക് minus 4 minus 5 minus 7 7 minus 7 I3. ഓക്കെ. ദെൻ minus plus minus അപ്പോൾ plus I1. Then minus 3 I2 equal to 0 or 7 I3 equal to 7 I3 is equal to I1 minus 3 I2 or I3 is equal to 7 1 by 7 I1 minus 3 by 7 I2. സോറി 7 അല്ല 4 3 8 ആണ് വരിക. അപ്പോൾ 8 ആണ് വരിക. 8 ഹിയർ 8 അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ഇതിൽ. അപ്പോൾ I3 കിട്ടി. നൗ റീപ്ലേസ് I3 ഹിയർ ആൻഡ് റീപ്ലേസ് I3 ഓൾസോ ഹിയർ. അപ്പോൾ നൗ വി വിൽ ഗെറ്റ് V1 ഇൻ ടേംസ് ഓഫ് I1 and I2. Similarly V2 in terms of I1 and I2. Compare it with coefficient of general expression for Z parameters and you can get Z11, Z22, Z12, Z22, Z21. 4 പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇത്രയും പറഞ്ഞ സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇക്വേഷൻ മെഷ് ഇക്വേഷൻ 2, മെഷ് ഇക്വേഷൻ 1 ആൻഡ് മെഷ് ഇക്വേഷൻ 3 I3 നേരത്തെ ഓൾറെഡി നമ്മളവിടെ എഴുതി വെച്ചു I3. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ V1 ൻ്റെ ഇക്വേഷനിൽ I3നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേമാതിരി V2 ൻ്റെ ഇക്വേഷനിൽ I3നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അഗെയിൻ കമ്പയർ ചെയ്തു, നമുക്ക് കിട്ടി. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും
എന്താണ് Z11 Z12 ഈക്വൽ ടു Z21. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്രോക്കൽ ആണെന്ന് പറഞ്ഞു. ബട്ട് Z11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23/8 ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു Z22 31/8 ആണ്. അപ്പോൾ സിമ്മട്രിക്കൽ അല്ല, ബട്ട് ഇറ്റ് ഈസ് റെസിപ്രോക്കൽ. ഓക്കെ, ഇതാണ് Z പാരാമീറ്റേഴ്സ്. വർക്കൗട്ട് ചെയ്യുക പ്രോബ്ലം. നൗ വിൽ ലുക്ക് ഇൻ ടു ഷോർട്ട് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ Y പാരാമീറ്റേഴ്സ്. ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ് ഓർ Y parameters. നമ്മൾ പറഞ്ഞിരുന്നു Y parameters, that will explain in detail here. Okay.